ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് കരിനിഴൽ വീഴ്ത്തിയ സംഭവമായിരുന്നു ദ്വിരാഷ്ട്രവാദം. വർഗീയ രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയ കാഴ്ചപ്പാടും നേരിട്ട് ഏറ്റുമുട്ടിയ കാലഘട്ടത്തിൽ ദേശീയ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച് മലബാറിൽ കോൺഗ്രസിന്റെ ആശയങ്ങൾക്ക് വേണ്ടി മരണപ്പെടുന്നതിന് തൊട്ടു മുൻപ് വരെ അതിനെതിരെ പോരാടിയ വ്യക്തിത്വം അതായിരുന്നു മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റേത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വീരസേനാനിയും കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന നക്ഷത്രവുമായിരുന്നു മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതം രാജ്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടിയുള്ള ബലിദാനമായിരുന്നു. അവിസ്മരണീയമായൊരു കൊള്ളിയാൻ മിന്നല് പോലെയായിരുന്നു അബ്ദുൾ റഹ്മാൻ. 1898 കൊടുങ്ങല്ലൂരിലെ കറുകപ്പാടത്താണ് അദ്ദേഹത്തിന്റെ ജനനം. 5 പേരിൽ ആദ്യത്തെയാൾ. 10 തലമുറകൾക്കപ്പുറം പോർച്ചുഗീസുകാരോട് പടപൊരുതിയവരുടെ പിന്മുറക്കാരനായിരുന്നു അബ്ദുൾ റഹ്മാൻ. സന്ധിയില്ലാത്ത സമരത്തിന്റെ ആവേശം ആ രക്തത്തിലുണ്ടായിരുന്നു. അഴീക്കോട്ടും കൊടുങ്ങല്ലൂരും കോഴിക്കോട്ടുമായിരുന്നു അദ്ദേഹത്തിന്റെ സ്കൂൾ പഠനം പൂർത്തിയാക്കിയത്. മദിരാശിയിലെ മുഹമ്മദൻസിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് അവിടെ തന്നെയുള്ള പ്രസിഡൻസി കോളേജിൽ BA പഠിക്കുമ്പോൾ കൂടെ പഠിച്ച ചാവക്കാട്ടുകാരൻ മുഹമ്മദ് ഒരു രാത്രി അദ്ദേഹത്തിന്റെ മുറിയിലെത്തി. അയാൾ അബ്ദുൾ റഹ്മാനെ പുസ്തകപ്പുഴു എന്ന് പരിഹസിച്ചു. അബ്ദുൾ കലാം ആസാദ് എഴുതിയ ഒരു ചെറിയ പുസ്തകം നൽകി. ഇത് വായിക്ക്, രാജ്യത്തിനു വേണ്ടി ഇംഗ്ലീഷുകാരന്റെ വിദ്യാഭ്യാസം ഉപേക്ഷിക്ക്. അബ്ദുൾ റഹ്മാൻ രാത്രി ആ ഗ്രന്ഥം പലവട്ടം വായിച്ചു. രാവിലെ കൂട്ടുകാരന്റെ മുറിയിലെത്തി. ഞാൻ പഠനം ഉപേക്ഷിക്കാൻ തയ്യാറാണ്, നീയോ? മുഹമ്മദ് ഞെട്ടി. അതിന് ബാപ്പയുടെ അനുവാദം വാങ്ങണ്ടേ? സത്യത്തിന്റെ മാർഗത്തിൽ നടക്കാൻ എനിക്ക് ആരുടെയും അനുമതി വേണ്ടെന്ന് അബ്ദുൾ റഹ്മാൻ ഉത്തരം പറഞ്ഞു. അബ്ദുൾ റഹ്മാൻ ജാമിയ മില്ലയിലെത്തി. അബ്ദുൾ ഗാഫർ ഖാൻ, സാക്കിർ ഹുസൈൻ തുടങ്ങിയവരുടെ സഹപാഠിയായി. ആസാദ് മൗലാന മുഹമ്മദ് അലി അൻസാരി തുടങ്ങിയവരുടെ ശിഷ്യനുമായി. മുഹമ്മദ് എന്ന സഹപാഠി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായി. പിൽക്കാലത്ത് അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി, മാപ്പിളമാർ എങ്ങോട്ട്. പക്ഷേ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അബ്ദുൾ റഹ്മാന് ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. 1921 കേരളത്തിൽ തിരിച്ചെത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിൽ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. അന്ന് അബ്ദുൾ റഹ്മാന് 21 വയസ്സ് മാത്രം. ഗാന്ധിജിയുടെ ആഹ്വാനം അനുസരിച്ച് എല്ലാവരും ഖിലാഫത്ത് സമരത്തിൽ പങ്കാളികളായപ്പോൾ മലബാറിൽ മാപ്പിളമാരെ പട്ടാളം വേട്ടയാടി. ആയുധങ്ങളുമായി പറയ്ക്കു പുറപ്പെട്ട മാപ്പിളമാരുടെ മുന്നിൽ അബ്ദുൾ റഹ്മാനും എത്തി. ഒരു കാളവണ്ടിയിൽ കയറി നിന്ന് കലാപകാരികളോട് ചോദിച്ചു, നിങ്ങൾ വീരചരമം പ്രാപിച്ചാൽ നമ്മുടെ സ്ത്രീകളെയും കുട്ടികളെയും പട്ടാളം ആക്രമിക്കില്ലേ? അവരെ നരകത്തിലേക്ക് എറിഞ്ഞ് നിങ്ങൾക്ക് സ്വർഗം പോകാനാകുമോ? കലാപകാരികൾ മടങ്ങി. പക്ഷേ ബ്രിട്ടീഷ് നരവേട്ടയിൽ കലാപം പടർന്നു പിടിച്ചു. കേരളം കണ്ട ഏറ്റവും ക്രൂരമായ മനുഷ്യനായാട്ടായിരുന്നു പിന്നെ നടന്നത്. ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനം മലബാറിൽ ശക്തമായതോടെ കോൺഗ്രസ് സമിതികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനായി രൂപവൽക്കരിക്കപ്പെട്ട ഖിലാഫത്ത് കമ്മിറ്റികൾ അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒന്നിപ്പിച്ച ഖിലാഫത്ത് പ്രസ്ഥാനം പിന്നീട് 1921 കലാപത്തിലേക്ക് നീങ്ങിയപ്പോൾ കലാപകാരികളെ അനുനയിപ്പിക്കുവാനുള്ള ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തു. 2ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ബ്രിട്ടന്റെ യുദ്ധ സംരംഭങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാനുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ തീരുമാനത്തോട് വിയോജിച്ച അബ്ദുൾ റഹ്മാൻ സാഹിബ് അവരിൽ നിന്നും അകന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കുമായി സഹകരിച്ച് പ്രവർത്തിച്ചു. 1940 ജൂലൈ 2 രാജ്യരക്ഷാ നിയമം 26ാം വകുപ്പ് പ്രകാരം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1945 സെപ്റ്റംബർ 4 2ാം ലോക യുദ്ധത്തിൽ ജപ്പാന്റെ പതനത്തിനും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തിന് ശേഷം അബ്ദുൾ റഹ്മാൻ മോചിതനായി. വെല്ലൂർ, ബെല്ലാരി, രാജമന്ത്രി ജയിലുകളിലെ 5 വർഷത്തെ തടവ് ശിക്ഷ കഴിഞ്ഞ് അദ്ദേഹം പുറത്തു വന്നപ്പോൾ ഇവിടെ ദുരാഷ്ട്രവാദം ശക്തിപ്പെട്ടു കഴിഞ്ഞിരുന്നു. ജയിലിൽ മോചിതനായതിനു ശേഷം ഇതിനെതിരായ പോരാട്ടമായിരുന്നു അദ്ദേഹം പിന്നീടുള്ള ഓരോ ദിവസവും. ജയിൽ മോചിതനായി എത്തിയ അബ്ദുൾ റഹ്മാൻ മരണം വരെ വിഭജന മനോഭാവത്തിനെതിരായ പ്രവർത്തനം തുടർന്നിരുന്നു. വിഭജന മനോഭാവത്തിനെതിരെയുള്ള ഉദ്ബോധനമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രസംഗം പോലും. 5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം മോചിതനായ അബ്ദുൾ റഹ്മാൻ സാഹിബിന് അഭിമുഖീകരിക്കേണ്ടി വന്നത് മലബാറിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെയായിരുന്നു. അതിനോടകം ശക്തി പ്രാപിച്ചിരുന്ന ഇന്ത്യ വിഭജനവാദത്തെ അനുകൂലിക്കാത്തതിനാൽ അവരുടെ ശക്തമായ എതിർപ്പിനെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. എങ്കിലും തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന് മതരാഷ്ട്രീയത്തിനും ദ്വിരാഷ്ട്രവാദത്തിനുമെതിരെ അബ്ദുൾ റഹ്മാൻ സാഹിബ് പോരാടി. കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങളിൽ വലിയൊരു വിഭാഗത്തെ ദ്വിരാഷ്ട്ര വിഭജനം എന്ന കെണിയിൽ വീഴാൻ അനുവദിക്കാതെ ദേശീയധാരയോട് അടുപ്പിച്ചു നിർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. മൗലാന അബ്ദുൾ കലാം ആസാദിന്റെ മാതൃക പിന്തുടർന്ന സാഹിബും വിഭജന വിരുദ്ധ പക്ഷത്ത് നിലകൊണ്ടു.
അതേസമയം കോൺഗ്രസിന്റെ ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ നേരത്തെ ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം നിന്നിരുന്ന പല മുസ്ലിം നേതാക്കളെയും ഭിന്നതയുടെ വിഭജനകൂല പാളയത്തിലേക്ക് നയിച്ചത് ഖിന്നതയോടെ സാഹിബ് കാണുന്നുണ്ടായിരുന്നു. മുമ്പ് ജയിലറകളിൽ തങ്ങൾക്ക് നമസ്കരിക്കുവാനും അംഗശുദ്ധി വരുത്താനും നമസ്കരിക്കാൻ പാകത്തിൽ മാന്യമായ വസ്ത്രം ലഭ്യമാക്കാനും വേണ്ടി സമരം നയിച്ച അബ്ദുൾ റഹ്മാൻ സാഹിബ് മുസ്ലിങ്ങൾക്ക് സ്വന്തമായൊരു രാജ്യമെന്ന ആശയത്തെ എതിർക്കുന്നത് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് മനസ്സിലായതുമില്ല. 1945 ഒക്ടോബറിൽ തലശ്ശേരിയിലും മാങ്കാവിലും സാഹിബ് പങ്കെടുത്ത പൊതുയോഗങ്ങൾ വിഭജന ആനുകൂലികളുടെ പ്രതിഷേധങ്ങളാൽ സംഘർഷഭരിതമായി. അബ്ദുൾ റഹ്മാൻ ഗോ ബാക്ക്, അബ്ദുൾ റഹ്മാന്റെ തലയെടുക്കും തുടങ്ങിയ പ്ലക്കാർഡുകളും പരസ്യ പലകകളും നിറഞ്ഞിരുന്നു. അതിനു മുന്നിലൊന്നും പതരാതെ ദുരാഷ്ട്രവാദത്തിനെതിരായ നിലപാടുകളുമായി അബ്ദുൾ റഹ്മാൻ മുന്നോട്ടു പോയി. പിന്നീട് കേരളത്തിലും തെക്കേ ഇന്ത്യയിൽ ഒട്ടാകെയും മുഴങ്ങിയത് മതസൗഹാർദ്ദത്തിന് വേണ്ടിയും സാമ്രാജ്യത്തിനുമെതിരെയുമായി ഉയർന്ന അണമുറിയാത്ത ആഹ്വാനമായിരുന്നു. ദ്വിരാഷ്ട്രവാദത്തിനെതിരെയുള്ള സിംഹഗർജനമായിരുന്നു അത്. 1945 റംസാൻ മാസത്തിൽ മതിലകത്ത് വെച്ച് അബ്ദുൾ റഹ്മാൻ സാഹിബിനെ പ്രസംഗിക്കുവാൻ അനുവദിക്കാതെ ദ്വിരാഷ്ട്രവാദികളും രാഷ്ട്രീയ എതിരാളികളും ചേർന്ന് പൊതുയോഗം അലങ്കോലമാക്കിയിരുന്നു. മതിലകത്തെ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനായിരുന്ന അന്തരിച്ച PM ഖാദർ ഖേദപൂർവ്വം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്ന് വളരെ വികാരഭരിതനായ സാഹിബ്, ഞാൻ വീണ്ടും വരും, അത് സ്വതന്ത്ര ഇന്ത്യയിലായിരിക്കും, അന്ന് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ അന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പ്രസംഗവേദി വിട്ടത്. എന്നാൽ സ്വാതന്ത്ര്യ പുലരെ കാണാൻ നിൽക്കാതെ 1945 നവംബർ 23 കൊടിയത്തൂരിലെ പൊതുയോഗത്തിന് ശേഷമുള്ള യാത്രയിൽ 47-ാം വയസ്സിൽ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലെ ഒരു യുഗാന്ത്യം തന്നെയായിരുന്നു മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ മരണം.